അപ്പോൾ നമ്മൾ മസനഗുഡിയിൽ നിന്നിട്ട് നമ്മൾ കൽപ്പറ്റയിലേക്ക് വരികയാണ്. കൽപ്പറ്റയിലേക്ക് നമ്മൾ വരുന്നത് തന്നെ ഒരു 1950 എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ട് വരുന്നത് തന്നെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയും അവിടുത്തെ രുചിയും കാരണമാണ്. പിന്നെ ആ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഇല്ലം പോലത്തെ ഒരു വീടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. ഇതിന് മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞത് അബു സലീമിൻ്റെ ഹോട്ടലാണെന്ന് ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ അറിവ് കിട്ടിയത്. ഇനി ആ ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ഇതിന് മുമ്പ് ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതൊരു മനവീടായിരുന്നു. ആ മനവീട് ഒരു റെസ്റ്റോറൻ്റ് ആക്കിയേക്കാണ്. ഈ മനവീട്ടിൽ റെസ്റ്റോറൻറ്റിൽ ഒരു നടന്മാരും ഒരുപാട് സിനിമാ നടന്മാർ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു മനവീടാണ്. ആ മനവീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ തന്നെ നമുക്കൊരു ഭയങ്കര തൃപ്തിയാണ്. ഈ വഴിക്ക് ആരെങ്കിലും നമ്മുടെ ജനങ്ങൾ പോകണമെങ്കിൽ ഇവിടെ കയറി ഭക്ഷണം കഴിക്കണം. കാരണം 4 വർഷം മുമ്പ് ഈ വഴിക്ക് ഒരു ഹോട്ടൽ അന്വേഷിച്ച് വന്നിട്ട് അബദ്ധവശാൽ ബന്ധപ്പെട്ടതാണ് ഞാൻ ഈ ഹോട്ടലിൽ. ഇതിന് ശേഷം 4 കൊല്ലം അടുപ്പിച്ച് ഞാൻ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ മാത്രമല്ല, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ ഹോട്ടലിലേക്ക് തുടർന്ന് ജനങ്ങൾ വരും. ഇതൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ള വണ്ടികളാണ്. ഒരുപാട് ജനങ്ങൾ ഇവിടെ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അത് വിചാരിച്ച ഒരുപാട് റൈറ്റ് ഒന്നുമില്ല ഇവിടെ ഭക്ഷണത്തിന്, വലിയ റൈറ്റ് ഇല്ല. നമ്മുടെ ഡ്രൈവറാണ്. നമ്മളിപ്പോൾ ഈ ടൂറിൽ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജിനേഷ് എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആളാണ് നമ്മുടെ ഡ്രൈവർ. നമ്മുടെ ഡ്രൈവറിനല്ല, ഞങ്ങൾ എവിടേക്ക് പോകണമെങ്കിലും ആളാണ് നമ്മുടെ കൂടെ ഉണ്ടാവാറ്. രസകരമായൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാം. ഒരുപാട് സിനിമാ നടന്മാരും സിനിമാ നടികളും വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് ഇവിടെ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതൊരു മനവീടാണ്. അപ്പോൾ ആ മനവീടിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണണമെന്നില്ല, എന്നാലും നമുക്ക് കാണാം. റൈസ് ഇവിടുന്ന് അവിടെ എത്തി. അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഷെഫിനോട് സംസാരിച്ചിട്ട് കിച്ചണിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് കിച്ചണിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പറയാം. ഫുഡ് ഡിഷ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ നമുക്കൊരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളൊരു വീട് എങ്ങനെ ഇരിക്കുന്നോ ആ ഒരു രീതിയിലാണ് ഒരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവരെ പെർമിഷൻ എടുത്ത് നമ്മൾ അവരുടെ കിച്ചണിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് നോക്കണം ഇതിന്റെ കറി എന്താണെന്ന് പറയാം.
ഗ്രേവി. ഓക്കെ. ഓക്കെ. ഓക്കെ ചേട്ടാ, ഇതിന് കാര്യങ്ങളൊക്കെ വരും പറഞ്ഞു തന്നുണ്ടോ ചേട്ടാ? ജസ്റ്റ് ഒന്ന് 2-3 കാര്യങ്ങൾ പറയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് പറഞ്ഞു? ജസ്റ്റ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി. മഷ്റൂം മസാല. ഓക്കെ. പിടിക്കോഴി. ഇത് ദോശ ഇതാണ്. പിടിയും കോഴിക്കറിയൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്നാണ് കേട്ടത്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ദോശ ചുട്ട് തരികയാണ് അവർ. ചേട്ടാ ഇവിടെ എത്ര കാലമായി വന്നിട്ട്? ഇവിടെ എത്ര? അതെ. ഇത് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ 1950 ഹോട്ടലിൻ്റെ ഷപ്പ്. അതാണ് ഇവിടുത്തെ കുക്ക് ജോയാണെന്ന് പറയും. ഞാൻ ആളെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമുണ്ട്. അപ്പോൾ ആളാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. ആളുടെ കരാവിലേക്ക് പറഞ്ഞാൽ ഭയങ്കര കരാവിലാണ്. അയാളുടെ കൈക്കൂട്ട് നമ്മൾ വീട്ടിൽ പറയില്ലേ, കൈക്കൂന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ആളുടെ ഭക്ഷണത്തിൻ്റെ കേസ്. ഇവിടുത്തെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രുചികരമായ ഭക്ഷണമാണ്. എന്തെങ്കിലും കാലത്ത് നിങ്ങൾ കൽപ്പറ്റ വഴിക്ക് പോകുകയാണെങ്കിൽ 1980 ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിച്ചിരിക്കണം. കാരണം എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും രസകരമായ ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാൻ നമ്മൾ ചോദിയാത്ത ഇതിൻ്റെ മെയിനാണ്. ഇത് ഇവിടുത്തെ മാനേജർ മുഖേഷാണ്. അപ്പോൾ ആളുടെ ഒരു ഇത് മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അത് തന്നെ ഇവിടെ വരുന്ന ജനങ്ങളോട് തന്നെയുള്ള ആളുടെ പെരുമാറ്റം കാര്യങ്ങൾ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. നമുക്ക് തന്നെ എന്താ പറയുക, ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിലാണ് നമ്മുടെ സംസാരം കാര്യങ്ങൾ. അതേപോലെ ഇവിടുത്തെ ഓരോ വെയിറ്റർമാര് എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല ഫുഡ്. എന്തെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ഈ വഴിക്ക് കയറി ഈ ഹോട്ടലിൽ കയറണം, ഭക്ഷണം കഴിക്കണം. അതെന്റെ എന്താ പറയുക, വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്.